ആ ഞാന് മിനിഞ്ഞാന്നത്തെ ഒരു 4 ദിവസം മുമ്പ് നിങ്ങളൊരു ഒരു കോൺവെർസേഷൻ ഇതിനകത്ത് ഇട്ടിരുന്നല്ലോ, യൂട്യൂബിനകത്ത്. ആ അപ്പൊ അതിനകത്ത് നിങ്ങളെ സംസാരിക്കാൻ തീരെ അനുവദിക്കുന്നില്ല പുള്ളിക്കാരൻ. അപ്പോ നിങ്ങൾ ഓരോ ആയത്തുകളെ കുറിച്ചും പ്രമാണങ്ങളെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്ത് പറയുമ്പോ അതിനെ അനുവദിക്കാതെ അയാളെ കടന്ന് ഉം, ചാടി കളിച്ചതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ഉം, ശ്രോതാവ് നിലയിൽ അതെന്താന്ന് കേൾക്കാൻ ആഗ്രഹത്തിൽ ഞാൻ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉം, ഇയാളെ സമ്മതിക്കുന്നില്ല. ഉം, അപ്പൊ നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അത്ര പേടി, അവൻ ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അത്ര പേടി. ഉം. ആ അപ്പൊ മുംതഹനിലെ ആയത്തായിരിക്കും 64 തോന്നുന്നു എൻ്റെ ഓർമ്മയില്. അതായത് അന്യമതസ്ഥരുള്ള ഇടപഴകൽ എങ്ങനെയായിരിക്കണം എന്നതിനെ അതെ, കുറിച്ചിട്ടാണ്. അതായത് വലാവും ബറാവും അതിന്റെ ആ ആധാരമായിട്ടുള്ള ഖുർആൻ വചനാണത്. മൂസാ ആ ആ നബി, പിന്നെ ഇബ്രാഹിം നബി തന്റെ സമുദായത്തോട് പറഞ്ഞ ഒരു വചനം. നിങ്ങൾ ആ. അള്ളാഹുവിൽ മാത്രം ആരാധിക്കുന്നവരെ ഞങ്ങളും നിങ്ങളും തമ്മിൽ നിതാന്ത ശത്രുതയിലായിരിക്കുന്നതാണ്. ശത്രുതയിലും വിദ്വേഷത്തിലും ആയിരിക്കുന്നത്. ശത്രുതയിലും വിദ്വേഷത്തിലായിരിക്കും എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണോ? തീർച്ചയായിട്ടും മതത്തിന്റെ കാരണം കൊണ്ട് മനുഷ്യർ ശത്രുതയിലാവുന്നത് വർഗീയതയാണ്. അതിനാണ് വർഗീയത എന്ന് പറയാം. ഓക്കെ. പിന്നെ വേറെ 2-3 ആയത്ത് കൂടി നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അപ്പത്തിനും അതൊക്കെ പുള്ളിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലായി. വേറെ ഏതൊരു ആയത്തും കൂടെ നിങ്ങൾ ഏതാന്ന് ഇപ്പൊ ഇങ്ങനെ ഓർത്തെടുക്കാൻ പാടാ. നിങ്ങൾ ഏതാ എന്തിനെ കുറിച്ചാന്ന് ചോദിച്ചാൽ നമുക്ക് എടുക്കാം. എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റു മതസ്ഥരോട് ഇടപഴകുന്നതിനെ കുറിച്ച്. അതായത് മറ്റു മറ്റു മതസ്ഥരോട് മതസ്ഥരായിട്ട് നന്മകൾ മാത്രമാണ് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നന്മകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പുള്ളി പറയുന്നു സക്കാത്ത് ചെയ്യുന്നു. ഉം, പിന്നെ ശിഹാബ് റിലീഫ് സെല്ല് വഴി പലർക്കും പെരുന്നാൾ സമയത്ത് അരി കൊടുക്കുന്നുണ്ട്. ഉം, അങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഉം. നിങ്ങൾ യുക്തിവാദികളെ കൊണ്ട് അത് 10 പൈസ അത് ഉപകാരമല്ല. അതെ അതെ, അത് ആ പിന്നെ എന്താ പറയാ, അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമുള്ളതാണ്. യുക്തിവാദികളെ കൊണ്ട് ഉപകാരം ഇല്ലെങ്കിൽ യുക്തിവാദികളെ കൊണ്ടാണ് സമൂഹത്തിന് മൊത്തത്തിൽ ഉപകാരം ഉണ്ടാവുക. ഈ സങ്കുചിത മതചിന്തയുള്ള ആളുകളെ കൊണ്ട് ആ മതത്തിനുള്ളവർക്ക് അകത്തുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. അതും ഇയാളുടെ സ്വാർത്ഥത കൊണ്ട് മാത്രം നടക്കുന്ന ഉപകാരമാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ നമ്മൾ ആരോഗ്യ മേഖലയിൽ വളരെ ഗംഭീരമായിട്ട്, മീൻസ് ഭയങ്കര സംഭവമായിട്ട് ആളുകൾ ചെയ്യുന്നതും കാണുന്നതും വളരെ മഹത്തായ ഒരു പ്രവർത്തനമായിട്ട് കാണുന്നതാണ് അവയവദാനം എന്ന് പറഞ്ഞ സാധനം, അല്ലേ? ആ അതെ. അതെ. ഇപ്പൊ ഈ അടുത്തൊരു പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ട് എത്രയോ ആളുകൾക്ക് അവരുടെ ശരീരഭാഗങ്ങൾ, ആ കുഞ്ഞു കുട്ടിയുടെ അലി ശരീരഭാഗങ്ങൾ കൊണ്ട് ഒരുപാട് പേര് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇതൊരു ഒരു ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന്, അങ്ങനെ തന്നെ ആലോചിച്ച് പറയാം, ഒരു മുസ്ലിമിന് ആലോചിക്കാനോ ചെയ്യാനോ പറ്റുന്ന ഒരു ഒരു സേവനാണോ? അതെന്താ അങ്ങനെ പറ്റൂല എന്ന് പറയാൻ കാരണം? നിങ്ങൾ പറയും പറ്റുമെന്ന്. അവയവദാനം. എവിടെ പറ്റില്ല എവിടെ പറഞ്ഞിരിക്കുന്നത്? അവയവദാനം പറ്റില്ല. അവയവദാനം അത്ര ഇമ്പോർട്ടൻസോടെ അവയവദാനം പറ്റില്ല എന്ന് പറയുന്ന ഒരു അവയവദാനം പറ്റോ ഇല്ല എന്നുള്ള കാര്യത്തില് ഈ ഖുർആനുമായി ബന്ധപ്പെട്ടതും അഖീദയുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകളായിട്ട് മുസ്ലിം ലോകത്ത് ഇന്നും തർക്കം തീർന്നിട്ടില്ല. അതിൽ കുറച്ച് ആളുകൾ അഭിപ്രായപ്പെട്ടത് അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല, കൊടുക്കാൻ പാടില്ല ഒരു മുസ്ലിമിന്റെ അവയവം എന്നാണ്. ഒരു പ്രബല അഭിപ്രായമാണ് കേട്ടോ. പിന്നെയുള്ള ഒരഭിപ്രായം, അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മരണശേഷം എന്തായാലും എടുക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരാളുടെ ജീവിതത്തിനെ ബാധിക്കാത്ത രീതിയിൽ ഇപ്പം 2 കിഡ്നി ഉണ്ടെങ്കിൽ 1 കിഡ്നി അത് കൊടുക്കുന്നതിനെ കുറിച്ച് ഇപ്പോ വളരെ അടുത്ത കാലത്ത് ചില പണ്ഡിതന്മാര് അങ്ങനെ ആവാം, കരൾ പകുത്ത് നൽകുന്നത് ആവാം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ തീരുമാനമായി വരുന്നുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അനുസരിച്ചിട്ട് ആ അവയവത്തിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? അതിനോട് അല്ല, അള്ളാഹുവിനാണ്. ഉം. ആ, അതുകൊണ്ട് അള്ളാഹു നൽകിയ ഒരു സാധനം വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇനി അവയവദാനത്തിന് മുൻപ് മനുഷ്യരാശിയിൽ ഈ നമ്മൾ ഇന്ന് നേടുന്ന ഈ ആധുനികമായിട്ടുള്ള വൈദ്യശാസ്ത്ര മേഖലയിലെ ചികിത്സാ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടും അത്തരം പരീക്ഷണങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇപ്പം ഡോക്ടേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ ബോഡി ഉപയോഗിക്കുന്നതൊക്കെ മരണപ്പെട്ട മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ അനാട്ടമി ഒക്കെ പഠിക്കുന്നത്, അല്ലെ? അതെ. ഈ അനാട്ടമി പഠിക്കുന്ന കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി മരിച്ച ഒരു മുസ്ലിമിന്റെ മൃതശരീരം വിട്ടുകൊടുക്കാൻ പറ്റുമോ?
വിട്ടെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. വിട്ടെടുക്കാൻ പറ്റും പറ്റും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? പറ്റും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പറ്റുന്ന് കണ്ടിട്ടില്ല, കാണാത്ത എന്തുകൊണ്ടാ അറിയോ? അത് പറ്റൂലാത്തോണ്ടാണ്. സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ എങ്ങനെയാണ് അവർക്ക് വേണ്ട കെടാവറുകൾ എന്ന് പറഞ്ഞാൽ ഈ ഡെഡ് ബോഡികൾ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയോ? അപ്പോ ഇതുകൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാവുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യർ, ഇപ്പൊ ഒരു യുക്തി, ഞാൻ നാളെ മരണപ്പെടുമ്പോൾ എന്റെ ബോഡി മെഡിക്കൽ കോളേജിന് പഠനാവശ്യത്തിന് കൊടുത്താൽ ആദ്യമേ അബൂബക്കറും ഫൗസിയും ജോസഫും വീരാൻകുട്ടിയും കൃഷ്ണൻകുട്ടിയും എല്ലാവരും പഠിക്കും. അതുകൊണ്ടുണ്ടാവുന്ന ഗുണം സമൂഹത്തിന് മൊത്തത്തിലാണ്. അങ്ങനെ സമൂഹത്തിന് പൊതുവായിട്ട് ഗുണകരമാകുന്ന തരത്തിലുള്ള ഒരു മൂല്യവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, പകർന്നിട്ടുമില്ല. ഇതൊക്കെയാണ് മനുഷ്യന് ആവശ്യമുള്ളത്. അല്ല സക്കാത്ത് നിങ്ങൾ അയലോക്കത്തുള്ള മുസ്ലിങ്ങളിൽ പട്ടി കിടക്കുന്ന ആൾക്കാരെ നോക്കി കൊടുക്കുന്ന സക്കാത്ത്, പിന്നെ നിങ്ങൾ ഈ പറയുന്ന സക്കാത്ത് ദാനധർമ്മം ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു, ഞാൻ പിന്നെ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളാണ്, കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്ന ആളാണ്, അഡ്വാൻസ് ടാക്സ് ആയിട്ട് കൊടുത്ത് എല്ലാ വർഷവും കണക്ക് ക്ലിയർ ചെയ്യുന്ന ആളാണ്. മനസ്സിലായോ? എത്ര ശതമാനം അറിയോ വരുമാനത്തിന്റെ? ആകെ വരുമാനത്തിന്റെ നമ്മളെ ചെലവ് കൂടി കുറക്കാൻ പറ്റില്ല അതിനകത്തുനിന്ന് പ്രോപ്പറായിട്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റവന്യൂ ആണെങ്കിൽ, ബിസിനസ് റവന്യൂ ആണെങ്കിൽ നമ്മളെ ബിസിനസ് എക്സ്പെൻസ് കഴിഞ്ഞ് നമ്മുടെ ആകെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ 30% 20% 30% നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കും. ഇത് ഗവൺമെന്റിന്, ഇതാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട സേവനം. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരാള് പ്രശ്നം അനുഭവിക്കുന്ന ഒരാള്, പ്രയാസം അനുഭവിക്കുന്ന ആള്, അയാളെ സഹായിക്കുന്നത് അയാളുടെ ജാതിയും മതവും നോക്കിയിട്ടല്ല. ഇതാണ് ബലാ വറാ എന്ന് പറഞ്ഞ സ്നേഹവും. എനിക്കറിയാം NGO-കളിൽ പണം കൊടുക്കുന്ന ആളുകളിൽ ഇത് ഒരു മുസ്ലിമിന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘങ്ങൾക്കോ സംഘടനകൾക്കോ കൂട്ടായ്മകൾക്കോ സംഭാവന കൊടുക്കുമ്പോൾ ഇതൊരു മുസ്ലിം കുടുംബത്തിന് കൊടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്ന എത്രയോ മനുഷ്യർ. ഞാൻ പറഞ്ഞ സക്കാത്തല്ല കേട്ടോ, സദക്ക, ദാനധർമ്മം, സഹായം, ആ റിലീഫ് പ്രവർത്തനത്തിന് കൊടുക്കുന്ന ഫണ്ട് പോലും അവനവന്റെ ജാതിക്കാരനും മതക്കാരനും കൊടുക്കണം എന്ന് പറയുന്ന എത്രയോ ആൾക്കാർ എനിക്കറിയാം. അപ്പൊ ഇത് മനുഷ്യനെ ഇങ്ങനെ സങ്കുചിതമായ ഒരു മനോനിലയിൽ കൊണ്ടെത്തിക്കും. എന്ത് കാണുമ്പോഴും അത് എന്ത് സംഭവത്തിലും, ഒരു ന്യൂസ് കാണുമ്പോൾ, ഒരു ന്യൂസ് പേപ്പർ, ഒരു വാർത്ത കാണുമ്പോൾ, അതിലെ മുസ്ലിം പേര് കാണുമ്പോൾ, ഇത് വെറുതെ ഉണ്ടാവുന്നതല്ല. ഇത് വളരെ ചെറിയ പ്രായത്തിൽ ഈ മതത്തിന്റെ അടിസ്ഥാനം ഈ വിഭജനാണ്. മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിച്ച് കാണാൻ പഠിപ്പിക്കുന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതാണ് മാനവിക വിരുദ്ധമായ ആശയം എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ഗുണവും ഇല്ല എന്ന് പറയുന്നിടത്ത് തെറ്റില്ലേ? ഒരു ഗുണവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞോളൂ, നമുക്ക് പരിശോധിക്കാന്നാണ് ഞാൻ പറഞ്ഞേ. നമ്മൾ ഇന്നലെ ഞാൻ സംസാരിച്ചതും അത് തന്നെയാണ്. എത്രയോ പേർക്ക് സഹായം വീടുകൾ വെച്ചു കൊടുക്കുന്നു, അങ്ങനെയുള്ള ഇപ്പോ ബൈത്തുർ റഹ്മ ലീഗിന്റെ ഒരു ഇത് ലീഗുകാർ മാത്രം ചെയ്യുന്നതാണോ? അതിവിടെ സേവാഭാരതി ചെയ്തു കൊടുക്കുന്നില്ലേ? DYFIക്കാർ ചെയ്തു കൊടുക്കുന്നില്ലേ? കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്തിന്റെ കണക്കിൽ നിങ്ങളെ പറയുന്നത്? എന്ത് കണക്കിലാ പറയുന്നത് നിങ്ങളത്? പോട്ടെ, സേവാഭാരതി അവരുടെ ആൾക്കാർക്കല്ലേ ചെയ്ത് കൊടുക്കുള്ളൂ. അതാ ഞാൻ ചോദിക്കുന്നത്. ഈ മതപരമായിട്ടുള്ള സംഘടനാ സങ്കുചിതത്വം ഉള്ളവര്, ഇപ്പൊ DYFIക്കാര്, അവര് ചെയ്തു കൊടുക്കുന്നില്ലേ? ഇതിലൊക്കെ ഇവർ പാർഷ്യാലിറ്റി നോക്കുന്നുണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. ഇതെല്ലാവർക്കും ബാധകമാണ്, നിങ്ങളെ മാത്രം ബാധകമല്ല. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് അത് പ്രാമാണികമാണ്, പ്രമാണത്തിൽ നിയമമാണ്. അതാണ് പ്രശ്നം. മറ്റുള്ളവർ അവരുടേതായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള ചിന്ത കൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അവരുടെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രം ഇതിങ്ങനെ ഇന്ന ആൾക്കാർക്ക് കൊടുക്കണം എന്ന് ദൈവികമായ നിയമമുള്ളതായിട്ട് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി. മനുഷ്യരിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഈ വിഭാഗീയ ചിന്തയ്ക്ക്, അതേപോലെ തന്നെ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഇറക്കി കൊടുക്കുന്ന വേദപുസ്തകത്തിലുള്ള വിഭാഗീയതയും രണ്ടും രണ്ടാണ്. ഇത് മതം ലെജിറ്റിമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് മതം അംഗീകരിക്കുകയാണ്. ഈ വിവേചനം, ഈ വർഗീയത, ഈ വേർതിരിവ്, ഇതൊക്കെ മതം അങ്ങ് അംഗീകരിച്ചു കൊടുക്കാണ്. അതാണ് പ്രശ്നം. ഞാനിപ്പോ ഞാൻ നിങ്ങളോട് സംസാരിച്ച് അവസാനിപ്പിച്ച അതാണ്. നിങ്ങൾ പറയൂ, ഇസ്ലാം ഇല്ലായിരുന്നെങ്കിൽ ലോകത്ത് നഷ്ടമാവുമായിരുന്ന ഒരു നന്മ, അല്ലെങ്കിൽ ഇസ്ലാം ഉള്ളത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു നന്മ, ഇസ്ലാം ഉള്ളത് കൊണ്ട് മാത്രം മുസ്ലിങ്ങൾ ആരും ഏർപ്പെടാത്ത ഒരു തിന്മ, നിങ്ങൾ പറയും. അങ്ങനെ ലോകത്തില്ല. അതൊരു മിത്താണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നു, നിങ്ങൾ പാലക്കാട് ജീവിക്കുന്നു, കേരളത്തിലാണ്, ഇന്ത്യയിലാണ്. നിങ്ങൾ പുലർത്തുന്ന ധാർമ്മികത എന്ന് പറയുന്ന, സാമൂഹ്യ ധാർമ്മികത എന്ന് പറയുന്നത് പാലക്കാട് എന്ന് പറയുന്ന
പ്രാദേശികമായ ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ അങ്ങാടിയിലോ കോർപ്പറേഷന്റെ പരിധിയിലോ ജീവിക്കുന്ന ജനങ്ങൾ പൊതുവിൽ പങ്കുവെക്കുന്ന ധാർമ്മികതയാണ് നിങ്ങളുടെ ധാർമ്മികത. അതിന് മുകളിൽ നമ്മളുടെ ഗവൺമെന്റ് നിയമങ്ങൾ ഉണ്ടാവും, സ്റ്റേറ്റിന്റെ നിയമങ്ങൾ ഉണ്ടാവും, സെൻട്രൽ നിയമങ്ങൾ ഉണ്ടാവും. അതിനെ പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത് പരിഗണിച്ചിട്ടാണ് നിങ്ങൾ നോക്കുന്നതും നിങ്ങൾ ജീവിക്കുന്നതും. അതാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അതാണ് സാമൂഹിക ധാർമ്മികത എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട് ധാർമ്മികതയിലാണ് അയാൾ ഉണ്ടാവുക. അതിൽ എന്തെങ്കിലും നമുക്ക് കുറച്ചു ഇന്ന ഭാഗത്ത് നമ്മളുടെ ഈ രീതി ശരിയല്ല എന്ന് തോന്നുന്ന ആളുകൾ അതിനെതിരെ സംസാരിക്കുകയും ചിലപ്പോൾ അതിന് സംഘർഷം ഉണ്ടാവുകയും അത് അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. തടസ്സവും സമരവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാലക്രമേണ ആ ആവശ്യം പൊതുവായിട്ട് ജനങ്ങളുടെ പൊതു ആവശ്യമായി വരികയും ആ മാറ്റം അവിടെ സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം പ്രശ്നമാണെന്ന് സമൂഹത്തിൽ മനസ്സിലാകുന്നു. ചിലപ്പോൾ ആദ്യം പറയുന്ന ഒരാളായിരിക്കും, പിന്നെ 10 ആൾ പറയും, പിന്നെ 100 ആൾ പറയും. ഇങ്ങനെ അത് മാറ്റം ഉണ്ടാവും. ഇങ്ങനെയാണ് സമൂഹത്തിന്റെ ധാർമ്മിക ബോധം പരുവപ്പെടുന്നത്. അതിനു മുകളിൽ സ്റ്റേറ്റുകൾ ഇതിന്റെ ഈ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഉള്ള അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണമുള്ള ഭരണനിർവഹണം നടത്തുന്ന ഒരു ഒരു അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു മതം ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ധാർമ്മിക മൂല്യവും ഇതൊക്കെ സ്റ്റേറ്റ് 100%. കാരണം മതത്തിന് ഇത് കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. മതത്തിന്റെ ആൾക്കാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ മതം അൾട്ടിമേറ്റ്ലി ലക്ഷ്യം വെക്കുന്നത് എന്താ പറയാ, ആത്മീയതയുടെ ദാഹം തീർക്കലല്ലേ. ആത്മീയയുടെ ദാഹം തീർക്കുമ്പോൾ പലപ്പോഴും മനുഷ്യന്മാർ വരെ മരിച്ചു പോകും. ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ തർക്കം, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. അതിപ്പോഴുള്ള തർക്കമല്ല, അത് അവരുടെ പ്രത്യയശാസ്ത്രമാണ്. അത് എവിടുന്ന് അവർക്ക് കിട്ടുന്നത്? അത് ഖുറാനിന്ന് കിട്ടുന്നത്. ഹുക്കുമത്തെ ഇലാഹി ആയാലും ഇഖാമത്തുദ്ദീൻ ആയാലും മനുഷ്യേതരമായിട്ടുള്ള ഭരണവ്യവസ്ഥ, മനുഷ്യേതരമായിട്ടുള്ള നിയമനിർമ്മാണ സംവിധാനങ്ങൾക്ക് എതിരിൽ പോരാടുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു വ്യക്തിബാധ്യതയായിട്ട് ഖുർആനിലുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ വ്യാഖ്യാനിക്കുന്നത്. ആ വ്യാഖ്യാനം എവിടുന്ന കിട്ടുന്നത്? ഖുർആനിൽ നിർത്തിട്ടാ വ്യാഖ്യാനിക്കുന്നത്. IS രൂപപ്പെടുന്നതും അൽ-ഖൈദ രൂപപ്പെടുന്നതും അവര് മുന്നോട്ട് പോകുന്നതും എന്ത് അടിസ്ഥാനത്തിലാണ്? ഈ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഇഖാമത്തുദ്ദീനാണ്. അല്ല, IS ഇപ്പോഴും രണ്ട് തരം. അല്ല, അതുണ്ടാവും. അത് അവസാനത്തെ രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ തല്ലൂടും, അവർ യുദ്ധം ചെയ്യും. കാരണം എന്താ പ്രശ്നം അറിയോ? അതിന്റെ കാരണം, അതിന്റെ മനഃശാസ്ത്രം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. IS അല്ല, ഇസ്ലാമിക സംഘടനകൾ തമ്മിലുള്ള ഈ അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗീയ ചിന്തകളുടെ മൂല കാരണം ഖുർആനാണ്. എന്ന് വെച്ചാൽ മനുഷ്യരെ മനുഷ്യരായി കാണുന്നതിന് പകരം മുസ്ലിം എന്നും അമുസ്ലിം എന്നും വേർതിരിച്ച് കാണിച്ചിട്ടാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കി തുടങ്ങുന്നത് തന്നെ. അങ്ങനെ പഠിച്ച് വിഭാഗീയമായ ചിന്ത, നമ്മൾ അവർ എന്ന ചിന്ത ഊട്ടിയുറപ്പിച്ച് ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയാൽ ലോകത്ത് മുസ്ലിങ്ങൾ മാത്രമാവുന്ന ഒരു ഘട്ടത്തിൽ അപ്പോഴും അവരതിനകത്ത് വിഭാഗീയമായിട്ടുള്ള വേർതിരിവുകൾ കണ്ടെത്തുകയും അവർ കലഹം തുടങ്ങുകയും ചെയ്യും. നബി മരിച്ച മുതൽ തുടങ്ങിയ അടിയല്ലേ? മരിക്കുന്നതിന് മുൻപ് കാർപ്പറ്റിന്റെ അടിയിലായിരുന്നു അടിയെങ്കിൽ മുഹമ്മദ് നബിയുടെ മരണത്തോടു കൂടി ആ അടി, വിഭാഗീയത പ്രകടമായി പുറത്തു വന്നു. അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം ലോകത്ത് പരസ്പരം മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന് മുസ്ലിങ്ങൾ പറയുന്ന ആളുകളുമായിട്ട് നടന്ന പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാളും ഒരു 10-100 മടങ്ങ് മനുഷ്യർ മരിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലാണ്. അല്ലേ? ലോകത്തിന്റെ കണക്ക് അങ്ങനെയല്ലേ? അമുസ്ലിമായ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകള് സദ്ദാം ഹുസൈനെതിരെയുള്ള ഒരു ആരോപണം ഹൂതി വിമതരെ, അങ്ങനെ നിങ്ങൾ ലോകത്ത് എവിടെ വേണമെങ്കിലും എടുത്തു നോക്കി, മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതിലെ ഭൂരിപക്ഷം, അതിന്റെ 90% കൊലപാതകം നടത്തിയിട്ടുള്ളത് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും. അതിനൊരു അപവാദം എന്ന് പറയാവുന്നത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം മാത്രമാണ്. പിന്നെ ചൈനയിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മ്യാൻമറിലും ചൈനയിലൊക്കെ പ്രാദേശികമായിട്ട് ചില താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എത്രയോ മടങ്ങാണ് പാകിസ്ഥാനിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പോരാട്ടം. പോരാട്ടമാണോ, അക്രമാണോ, തീവ്രവാദമാണോ, എന്താണ്? അഫ്ഗാനിസ്ഥാനില്, സിറിയയില്, യമനില് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കെനിയയില്, സുഡാനില്, ഇവിടൊക്കെ ഒരു ഭാഗത്ത് ആരാ? ഇവരൊക്കെ നടത്തുന്ന വിഭാഗീയതയുടെ ആധാരം എന്താ? ഞങ്ങൾ പറയണതാണ് യഥാർത്ഥ ദീന്. ഇതല്ലേ പ്രശ്നം? നിങ്ങൾ പാലക്കാട് ജില്ലയിൽ മാത്രം കണക്കെടുത്താല് സുന്നി മുജാഹിദ് തർക്കത്തിൽ മരണപ്പെട്ട എത്ര മനുഷ്യന്മാരുടെ വെച്ചിട്ടാ? ഞങ്ങളെ നാട്ടിലാണ് ഈ ചെറക്കൽപ്പടി എന്ന സ്ഥലം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല.
ചെറക്കൽപ്പടിയില് ഉള്ള സംഘർഷത്തിൽ മരണപ്പെട്ട ആൾക്കാര് 3 ആളോ 4 ആളാണ് ഒറ്റ ദിവസം കൊല്ലപ്പെട്ടത്. കൂട്ടക്കൊലപാതകം. സുന്നി മുജാഹിദ് തർക്കമായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. സുന്നികൾ തമ്മിൽ വിഭാഗമായിട്ട് പള്ളികളുടെ അടി അടക്കുന്നില്ലേ? വിസ്ഡത്തിന്റെ പള്ളി പിടിച്ചടക്കല, KNMന്റെ പള്ളി പിടിച്ചടക്കാൻ വിസ്ഡത്തിന്റെ പള്ളി പിടിച്ചടക്കാൻ പിന്നെ KNM ഓടി നടന്നിരുന്നില്ല ഒരു കാലത്ത്. ഇത് വിഭാഗീയത എന്ന് പറയണത് ഇതിന്റെ എന്താ പറയാ, അതിന്റെ വിത്തിലുള്ളതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വിഭാഗീയതയുടെ ഭ്രൂണം ആണ്. അത് മനുഷ്യരെ തന്നെ വിഭജിക്കാനാ പഠിപ്പിക്കുക. അപ്പം ആ വിഭാഗീയ ചിന്ത സുന്നികൾ മാത്രമായി മാറുമ്പോൾ, സുന്നികൾക്ക് അധികാരം ഉണ്ടാകുമ്പോൾ, സുന്നികളുടെ സംഘടന ഉണ്ടാകുമ്പോൾ അതിനകത്ത് രണ്ടെണ്ണാവും. എന്നിട്ട് ഓല് തമ്മിൽ തെറ്റും. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇങ്ങനെ മനുഷ്യരെ കാണാനാണ് ഈ മതം തുടക്കത്തിൽ പഠിപ്പിച്ചത്. അവിടെ പയച്ചുപോയി. അത് ശരിയാക്കിയെടുക്കണം. എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സും അവകാശങ്ങൾക്കും അർഹതയുള്ളവരാണ് എന്ന സ്വന്തം ചിന്തയിലേക്ക് തിരിച്ചു വന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഒരു കാര്യമില്ല. ഉണ്ടാ- സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ അതേ മുഹമ്മദ് നബി തന്നെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് മുസ്ലിങ്ങളെ എല്ലാം ജീവിക്കാൻ അനുവദിക്കൂല, ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഞാൻ കെട്ടിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കി ആൾക്കാരാരുണ്ടാവുക? ഇത് രണ്ടും പൊരുത്തപ്പെടൂലല്ലോ. അങ്ങനെ വിഷയമുണ്ട്. അതായത് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ മറ്റേ ഒരു സൂയിസൈഡ് ചെയ്ത ആ കാലത്ത് സൂയിസൈഡ് ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ട് ആ കാലത്ത് സൂയിസൈഡ് ചെയ്ത ഒരു സ്വഹാബിയുടെ ഫ്യൂണറൽ പുള്ളി തങ്ങൾ വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട്. മുനാഫിക്കാണെന്നും പറയപ്പെടുന്നുണ്ട്. മുനാഫിക്കാണെന്ന് മുഹമ്മദ് നബിക്ക് മനസ്സിലായതുകൊണ്ടാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തിന് ഈ മുഹമ്മദ് നബി സൂയിസൈഡിനെ കുറിച്ച് ആലോചിച്ചു എന്ന് ഖുറാനിലില്ലേ? വറക്കൻ മരിച്ചത് മുതൽ വഹി വരാൻ ലാഗ് വന്നു. അപ്പൊ മുഹമ്മദ് നബി ആകെ അസ്വസ്ഥനായി ആ കുന്നിന്റെ മുകളിൽ കയറി അവിടുന്ന് ചാടിയാലോ എന്ന് ആലോചിച്ചു. അപ്പൊ ജിബ്രീൽ വന്നു എന്നാണ് ഹദീസ്. അതിനെ സാധൂകരിക്കുന്ന വചനം ഖുറാനിലുണ്ട്. നീ നിന്റെ ശരീരത്തിനെ നശിപ്പിച്ചു കളയുമെന്ന് ചിന്തിച്ചു എന്നൊക്കെ പറയണത്. അപ്പോ ഇതിലൊന്നും വലിയ കാര്യമല്ല അറിയാം. ഇതെന്താ വെച്ചാല് നമ്മളിപ്പോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു മരുന്നും കുപ്പി കൊണ്ട് ഇങ്ങനെ നടക്കണം നമ്മള്. സംഗതി അത് ഭയങ്കര മരുന്നാണ്. ഏത്? ആ മരുന്ന് ഒരു നല്ല മരുന്നായിരുന്നു എന്ന് സങ്കല്പിച്ചോ. ഒരു കാലത്ത് ആ മരുന്ന് ഉണ്ടാക്കിയ സമയത്ത്, അതിന്റെ വാലിഡിറ്റി ഉള്ള സമയത്ത്, ആ എക്സ്പയറി കഴിഞ്ഞിട്ട് ഈ ഒരു 50 കൊല്ലം മുമ്പത്തെ മരുന്നും കുപ്പി കൊണ്ട് ചെയ്യാൻ നടക്കുകയാണ്. അത് എന്തിനെങ്കിലും ഉപകാരപ്പെടുമോ? ആരെങ്കിലും അത് അബദ്ധത്തിലെടുത്ത് കുടിച്ചാൽ ആളുടെ ജീവൻ അപകടത്തിലാവും എന്നല്ലാതെ എന്ത് ഗുണം? ഈ മതം അതിന്റെ തനത് രൂപത്തിൽ പ്രയോഗിക്കാൻ തുടങ്ങിയിടത്ത് നാശം ഉണ്ടാവും. അങ്ങനെ പറയാൻ കാരണം അതാണ് ഇന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ഒരു ജനതയുടെ വിലാപത്തിന്റെ പ്രശ്നം എന്താ? കാരണം എന്താ? ഈ മതം അതിന്റെ തനത് രൂപത്തിൽ അവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ ജനതയുടെ നരകമാണത്. ഇന്ത്യയിൽ നിന്നിട്ട് ഈ വീരസ്യം പറയണത് എന്തുകൊണ്ടറിയോ? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഒരു മതേതര ഭരണകൂടം ആയതുകൊണ്ടും അല്ലെങ്കിൽ മതേതര ഭരണഘടന ആയതുകൊണ്ടുമാണ്. ഇവിടെ നമുക്ക് മതനിയമങ്ങൾ ഇങ്ങനെ ഒരു അലങ്കാരത്തിന് ഷോക്കേസിൽ വെക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളാം. അത് നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. പിന്നെ ഷോക്കേസിന്റെ ഉള്ളിൽ നിന്ന് വന്ന് നമ്മളെ നെഞ്ചത്ത് കുത്തുന്നതാണ് ഈ മതനിയമമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എനിക്കിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇങ്ങനെ മാന്യമായിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റുമോ? ഇത് ചിന്തിക്കണം ആൾക്കാരെ. നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതാണ് അതിന്റെ ഉദാഹരണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു മരുന്നാണ്. അന്ന് ആ മരുന്ന് ആ രോഗത്തിന് ഏറ്റവും ഉത്തമമായ മരുന്നാണോ എന്ന കാര്യത്തിൽ അങ്ങ് തർക്കിക്കാം. പക്ഷെ ഇന്ന് ഞാൻ ഈ 2-3 ദിവസം മുമ്പ് നിങ്ങളും മറ്റേ എന്താളെ പുള്ളിയുടെ പേര് ഞാൻ മറന്നു, അവര് തമ്മിലുള്ള സംഭാഷണത്തിലൊക്കെ ഓരോ റെലവെന്റ് ആയ ഓരോ ആയത്തുകളും വേഴ്സും നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോ പുള്ളി അത് ഇടപെടുന്നുണ്ട്. പുള്ളിക്ക് ആയത്ത് അറിയാവുന്നതുകൊണ്ടാണ്. അറിയാത്ത ആളാണ് എന്നോട് പറയാം അന്നജ് വായിക്കുന്നു പറയും. മനസ്സിലായ? പുള്ളി ഇത് കേട്ടിട്ടുണ്ടാവില്ല.
അതേ ആ സമയത്ത് ഈ ചങ്ങാതി വായിക്കാൻ സമ്മതിക്കാത്തത് ഉം. അയാൾക്കത് അറിയാം. ഞാൻ വായിച്ച സ്വിപ്പാവുന്നറിയാം. അതുകൊണ്ടാണ്. ഈ വായിച്ച സ്ലിപ്പാവും എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഉം. അത് ഏതൊക്കെ എവിടെയൊക്കെ പരാമർശിക്കപ്പെട്ടുള്ളതാണെന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഖുർആൻ ഒന്ന് വായിക്കേ. നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ കിട്ടും. ജമിനിയിൽ ചോദിച്ചാൽ കിട്ടും. ഇപ്പൊ എല്ലാവരും ജമിനിയൊക്കെ മുസ്ലിമായി എന്നാണ് പറയുന്നത്. ജമിനിയിൽ ചോദിച്ചാൽ ഏകദേശ രൂപം കിട്ടും കേട്ടോ. എക്സാക്ട് ആയിട്ട് ലഭ്യമല്ല. അവതരണ ക്രമമോ പശ്ചാത്തലമോ ഖുർആന്റെ സനതൊന്നും നിലവിൽ ലഭ്യമല്ല. എന്തായാലും നിങ്ങൾക്ക് ലഭ്യമായതനുസരിച്ചിട്ടുള്ള ഒരു ഓർഡർലി സാധനം കിട്ടും. ഇപ്പൊ മക്കയിൽ ആദ്യം അവതരിച്ച ഖുർആൻ വചനം ഇന്നതാണ്, പിന്നെ അവതരിച്ച ഇന്നതാണ്, ഇങ്ങനെ ആ ഒരു ക്രമം ഏകദേശം കിട്ടും. ഇത് നിങ്ങളുടെ ബാക്കി മുൻവിധികളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് താരതമ്യത്തിന് പറ്റുന്ന വിഭിന്നങ്ങളായിട്ടുള്ള രണ്ട് ആശയം പേറുന്ന രണ്ടാൾക്കാരെ, മുജാഹിദിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെ സുന്നിയുടെയും 3 തഫ്സീറുകൾ എടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഞാൻ ഈ പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന് കണ്ടു കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്ക്, നമുക്ക് ഒരുമിച്ച് പരിശോധിക്കാം. ഞാൻ കാരണം ഇതിന്റെ മുകളിൽ 5-8 കൊല്ലം കിടന്ന് കെട്ടുമറിഞ്ഞതാണ്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെടുക്കാം. ഖുർആൻ മാത്രം. അതിന്റെ വിശദീകരണം പലതും ഹദീസുകളുടെ ഡീറ്റെയിൽസ് ആ ഖുർആൻ പിന്നെ തഫ്സീറുകളിൽ ഉണ്ടാവും. ഇംഗ്ലീഷ് വായിക്കാനാണ് നല്ലത് തോന്നുന്നെങ്കിൽ ഇംഗ്ലീഷിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ തബരിയുടെ തഫ്സീറൊക്കെ ഇംഗ്ലീഷിൽ കിട്ടും. താബരിയുടെ താരിഖ് ഇംഗ്ലീഷിൽ കിട്ടും. ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ കിട്ടും. കുഴപ്പമില്ല. ഉം. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതല്ല ശരി നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളെ നിലപാട് ഇതുവരെ എനിക്ക് വ്യക്തമല്ല കേട്ടോ. നിങ്ങൾ ഇത് സംശയങ്ങൾ ചോദിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഇതൊക്കെ ശരിയാണെന്നുള്ള ഒരു ബോധമുള്ള ആളാണോ, അതൊക്കെ ശരിയാണെന്ന് വാദമുള്ള ആളാണോ, അതോ നിങ്ങൾ ന്യൂട്രൽ ആണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ന്യൂട്രൽ ആവോണ്ടാണ് ഈ സംശയങ്ങൾ വരുന്നത്. മറ്റൊരു ന്യൂട്രൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഖണ്ഡിക്കുകയും നിങ്ങളെ സംസാരിക്കാൻ ബഹളം വെക്കുകയും ചെയ്യായിരുന്നു. അതെ. അപ്പൊ സത്യം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതെന്ന് എനിക്ക് പറയാനുള്ള സത്യം മനുഷ്യനെ സ്വതന്ത്രരാക്കും. നിങ്ങള് നമ്മുടെ സത്യത്തിൽ നമ്മളെ എനിക്കറിയേണ്ടത് ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് തടയപ്പെട്ട അയാൾക്ക് അറിയാവുന്ന മുംതഹനയിലെ 64 എന്റെ ഓർമ്മ. അത് ഇബ്രാഹിം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. അത് വലാവും ബറാവുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പ്രധാനപ്പെട്ട തെളിവായിട്ട് പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന ഒരു വചനാണ്. അതിന്റെ ആശയം ഇത്രയാണ്: നിങ്ങള് പിന്നെ ബഹുദൈവാരാധനയിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് വരെ ഞങ്ങളും നിങ്ങളും തമ്മിൽ പൂർണ്ണമായിട്ടുള്ള ശത്രുതയിലായിരിക്കും എന്നാണ് ഖുർആൻ വചനം. 64 നമ്പർ ചിലപ്പോ പറഞ്ഞാൽ മാറിപ്പോയിട്ടുണ്ടാവും കേട്ടോ. എന്നാലും അത് ഞാൻ അപ്പൊ തന്നെ ചെക്ക് ചെയ്തു. അതെനിക്ക് കിട്ടി. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ലാസ്റ്റ് നിങ്ങളത് പിന്നെ അത് എഴുതി കാണിക്കുന്ന അതാണ്. അതല്ലാണ്ട് അതിനിടക്ക് വേറെയും കുറെ ഇങ്ങനത്തെ ഓരോ ഉണ്ടെന്നേ. ഇപ്പം പിന്നെ എന്താ പറയാ, നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്ന് ഖുർആൻ വചനമുണ്ട്. അതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ മലയാളത്തിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ആ വചനവും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ ടാഗ് വെച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി. ഞാൻ പറയുന്നത് നിങ്ങളെ കേൾക്കുന്ന ഭാഗത്ത് ഞാൻ പറയുന്ന സെന്റൻസ് അതൊന്ന് നിങ്ങൾ ജസ്റ്റ് മലയാളത്തിൽ ഒന്ന് ജമിനിയോട് കൊടുത്തത് ഏത് ഖുർആൻ വചനാന്ന് വെച്ചാൽ അവർ പറഞ്ഞുതരും. ഈ നമ്പർ കിട്ടും. നമ്മൾ മുഴുവൻ ഇങ്ങനെ മനപ്പാടം ക്രമം പഠിച്ചു വെച്ച ഓർമ്മയിലൊന്നും ഉണ്ടാവില്ല. പ്രധാനപ്പെട്ടതൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ട്, എന്നാലും ഓർമ്മയൊക്കെ തെറ്റും. നമ്മൾ മനുഷ്യന്മാരല്ലേ. ഓർമ്മയെന്ന് എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ നമ്പർ പറഞ്ഞാൽ ചിലപ്പോൾ മാറിപ്പോകും. പിന്നെ അത് നമ്പർ മാറിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അത്ര പിന്നെ റെലവെന്റ് ആയ അത്രയും രൂക്ഷമായിട്ട് ഞാൻ അങ്ങനത്തെ ഉണ്ട്, അങ്ങനത്തെ ഖുർആൻ വചനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവരോട് ഇപ്പൊ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞ സൂറത്ത് തൗബയിലും ബഖറയിലും ഒക്കെ ഉള്ള വചനങ്ങൾ, അതിനൊന്നും ഒരു ന്യായീകരണമല്ലേ. അതേമാതിരി ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കി വെക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒരു ബഹുദൈവ വിശ്വാസി അല്ലെങ്കിൽ വ്യഭിചാരിയെ അല്ലാതെ കല്യാണം കഴിക്കൂല എന്ന് വേറെ വചനമുണ്ട്. ജന്തുക്കളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ കാഫറുകളാണ് എന്ന് ഖുർആൻ വചനമുണ്ട്. നിശ്ചയമായും ബഹുദൈവ ആരാധകർ അവർ അശുദ്ധർ തന്നെയാകുന്നു എന്ന് ഖുർആൻ വചനമുണ്ട്. അങ്ങനെ എന്തോരുണ്ട്. അന്ന് മുഹമ്മദ് നബിക്ക് അത്
പറയാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് താഴിമാർക്ക് അത് അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ ഒരു മടിയുണ്ട്. നമ്മളെ ബാസിലിനെ പോലുള്ള ആൾക്കാർക്ക് അത് സമ്മതിച്ചു തരാൻ പറ്റില്ല. ഏറ്റവും അവസാനം ഏതോ ഒരു സൂഫി നോവല് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു ഫാറൂഖ് കോളേജിലെ ഒരു അധ്യാപിക, ഒരു പ്രൊഫസർ എഴുതിയതാ. അതിനെതിരെ ആണ് ഇപ്പൊ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പൊ സൂഫിസത്തെ തള്ളുകയാണ് ചെയ്യുന്നത്. അല്ല, സൂഫിസത്തെ തള്ളാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഹൂറിമാര് മാത്രമൊന്നുമല്ല, വേറെയും കുറെ സംഭവം കണ്ടതൊക്കെ പറയാം. ഹൂറികൾ അത്ര വലിയ പ്രാധാന്യമുള്ള സാധനമൊന്നുമല്ല. അപ്പോ അത് ഓരോരോ അവസരത്തിൽ വരുമ്പോ ചില കാര്യങ്ങൾ അവർക്ക് പറയാതിരിക്കേണ്ടി വരും, ചിലത് മറച്ചു വെക്കേണ്ടി വരും, അല്ല, ചില കൂടുതലായിട്ടും അവർ സദസ്സിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഫോൺ കോളുകളാണ് അധികം ഞാൻ കണ്ടിട്ടുള്ളത്. അവര് സദസ്സുകളെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പൊ അൺമാസ്കിംഗ് അനോമലീസ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം, അവര് മിക്ക വീഡിയോകളിലും 3 പേര് ഇരുന്നിട്ട് ചോദ്യങ്ങൾ അവർക്കെതിരെ വരുന്നുണ്ട്. അവരതിനെ ഖണ്ഡിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? നമ്മള് അതിന് മാത്രമുള്ള സംഘടന സംവിധാനമുള്ള ആൾക്കാരല്ലല്ലോ. ഞാനൊരു ഒറ്റയാനാണ്. നമ്മൾ പക്ഷെ അതേ സമയത്ത് എന്റെ ഒരു സംഭവം ഒരു സംഗതി വരുന്നുണ്ട്. മുർത്തദ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പരിപാടി ആലോചിക്കല്ല, അതിന്റെ അവസാനഘട്ട പരിപാടികളിലാണ്. അത് ഇതേപോലെ ആളുകളിലേക്കൊക്കെ ഇറങ്ങി വരും. ഇപ്പൊ ഈ മാവൂരാൻ ആസർ പോലും എസെൻഷ്യലിന് വിട്ടു നിൽക്കുന്നു എന്നാണ്. എന്തിന്ന് വിട്ടു നിൽക്കുന്നു? എസെൻഷ്യലിന് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പൊ നമ്മൾക്ക് അഭിപ്രായം, ഓരോ ആളുകൾക്ക് ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവും. ചിലർക്ക് താല്പര്യം ഉണ്ടാവും, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതൊന്നും അല്ല നിങ്ങളെ ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കൊരു റോൾ മോഡൽ ഉണ്ടാവില്ല. എന്നെ ഈ മേഖലയിലേക്ക് എത്തിച്ചത് 2 ആൾക്കാരാണ്. ഇല്ല, ഞാൻ ഈ ആൾക്കാരൊക്കെ പരിചയപ്പെടുന്നത് എന്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് പിന്നെയും വർഷങ്ങൾക്ക് ശേഷം. എന്നെ മതത്തിൽ നിന്ന് പുറത്തേക്ക് വഴി നടത്തിയ 2 ആൾക്കാരില് പ്രമുഖരായിട്ടുള്ള 2 ആൾക്കാർ, ഒന്ന് ഹുസൈൻ സലഫിയും ഒന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. നാദാപുരം കണ്ണൻ എന്ന് പറഞ്ഞിട്ട് DVD പഴയ പള്ളിയിലൊക്കെ ലൈബ്രറിയിൽ പോയാലും നിങ്ങൾക്ക് കിട്ടും. ഹുസൈൻ സലഫിയും പിന്നെ പേരോടും തമ്മിലുള്ള ഒരു വാദപ്രതിവാദ പരമ്പരയാണത്, ഗണ്ണന മണ്ണന പരമ്പര. അത് കേട്ടിട്ടാണ് ഇവരെയൊക്കെ നമ്പിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈമാൻ ഫസാദാവുമെന്ന് എനിക്ക് മനസ്സിലായത്. വിശ്വാസിയായിരിക്കുന്ന സമയത്തട്ടോ. അതായത് ഖുർആൻ വചനങ്ങൾ ഓതിയിട്ട് നുണ പറയാ, മറുഭാഗത്തെ ന്യായം പൊളിക്കാൻ വേണ്ടിയിട്ട് ഖുർആനിൽ കൃത്രിമം കാണിക്കുക, വചനങ്ങൾ കട്ടുമുറിക്കുക, ഹദീസുകളെ കുറിച്ച് നുണ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യത്തിന് മറുപടി പറയാതെ വ്യക്തിയധിക്ഷേപം നടത്തുക. ഇതൊക്കെ ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായപ്പോ ഇവരെന്തിനു വേണ്ടിയിട്ടാണ്, അള്ളാഹിന്റെ ദീനിൽ ഇവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇവരെന്തിന് ഇപ്പണി ചെയ്യുന്നു എന്നായിരുന്നു എന്റെ ചിന്ത. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ സ്വതന്ത്രമായ പഠനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിന്റെ മുമ്പ് വായനയും പഠനമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൺഫ്യൂഷൻ തീരാനാണ്, മനസ്സിലായോ, ഇവരുടെയൊക്കെ പ്രസംഗം കേട്ടു തുടങ്ങിയത്. കൺഫ്യൂഷൻ തീരാൻ വേണ്ടി പ്രസംഗം കേട്ട അവസാനം നമുക്ക് പുറത്തേക്കുള്ള വാതിൽ തുറന്ന് അതിന്റെ വാതിൽപ്പാളികളിലൂടെ വെളിച്ചം അകത്തോട്ട് വരിക ചെയ്തത്. അതായത് നമ്മൾ ജനിച്ച് ജീവിച്ച് പരമ്പരാഗതമായിട്ട് ആചരിച്ചു വരുന്ന ഒരു സുന്നി ആദർശത്തിൽ നിന്ന് പ്രശ്നങ്ങളുണ്ട് എന്ന് പഠനത്തിൽ ബോധ്യപ്പെട്ട സമയത്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ വഹാബിസമാണോ എന്നൊരു ചിന്തയുടെ ആലോചന. അങ്ങനെയാണ് വഹാബിസം എന്ന് പറഞ്ഞ ഈ പറയുന്ന ഇവർ പറഞ്ഞ സലഫിസം എന്ന് പറഞ്ഞ മുജാഹിദ് ആശയത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാനും പുസ്തകങ്ങൾ വായിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പൊ നമുക്ക് സുന്നീനെ വെച്ചിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ കുറെ ആക്ഷേപങ്ങൾ ശരിയാണല്ലോ എന്നൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ ആ അർത്ഥത്തിൽ നമ്മുടെ തൗഹീദ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈമാൻ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളിലേക്കൊക്കെ നമ്മൾ പോയത്. അങ്ങനെ പഠിച്ചു പോയാൽ നമ്മൾ ഇവിടെ എത്തും. പക്ഷെ ഒറ്റ കണ്ടീഷനുള്ളൂ, നമ്മൾ ഈ സ്വർഗ്ഗപ്പേടി, മരണപ്പേടി, നരകപ്പേടിയൊക്കെ സാധനമൊക്കെ മാറ്റി വെച്ചിട്ട് സ്വതന്ത്രമായിട്ട് ഇതിന്റെ സത്യം മനസ്സിലാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സാമാന്യ ബുദ്ധി പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മൾ വായിച്ചാൽ സംഗതി കിട്ടും. ഇതെന്തായിരുന്നു, ഇത് എങ്ങനെ രൂപപ്പെട്ട ഒരു പൊളിറ്റിക്കൽ കൾട്ടാണ്, എങ്ങനെയാണ് ഖുർആൻ രൂപപ്പെട്ടത്, ഈ ഖുർആൻ പിന്നീട് എങ്ങനെയാണ് ഈ രൂപത്തിലാക്കപ്പെട്ടത്, എന്താണ് ഹദീസ്, ഇതൊക്കെ മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ ക്രമത്തിൽ നിങ്ങൾ 2 തവണ ഖുർആൻ വായിച്ചാൽ മതി. ഒന്ന് വേണമെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഇപ്പോഴുള്ള ക്രമത്തിൽ വായിക്കുക, ഫാത്തിഹ മുതൽ ബക്കറ മുതൽ അങ്ങനെയാണ് പോവുക, മലയാളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിക്കുക. എന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ സാധനം ഒന്ന് വായിച്ചു നോക്കി. ഇത് ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ കൾട്ടിന്റെ ഉദയം. എങ്ങനെ മനുഷ്യരാശിക്ക് മൊത്തം എതിരാണ് എന്ന് പറയുന്നതിലാണ്. മനുഷ്യരാശിക്ക് മൊത്തം എതിരാവുന്നത് എപ്പോഴാണ്?
മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ പോകുന്നത് എന്തും മനുഷ്യരാശിക്ക് ഭീഷണിയാണ്. പരസ്പരം സ്നേഹവും സഹവർത്തിത്വവും ഉണ്ടാക്കാൻ പറ്റുന്നതേ മനുഷ്യർക്ക് ഗുണകരമാവുള്ളൂ. വിഭാഗീയ ചിന്ത വളർത്തുന്ന എന്ത് പ്രത്യയശാസ്ത്രം, എന്ത് ആദർശവും, എന്ത് ചിന്തയും അത് നിലവിൽ ഇവിടെ വിഭാഗീയത ഇല്ലല്ലോ. എവിടെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് പറയാവുന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ പണിയാവുന്നുണ്ട്. അപ്പോൾ അൽ വലാഹു അൽ ബറാഹ് എന്ന് പറഞ്ഞ കേസിൽ വിശദമായി പ്രസംഗിച്ച ഒരാളാണ് ഷംസുദ്ദീൻ പാലത്തിങ്കൽ. നിങ്ങൾ ഷംസുദ്ദീൻ പാലത്തിങ്കൽ വറാവും വലാവും ക്ലാസ് എടുക്കണ നിങ്ങൾക്ക് ഓഡിയോ കിട്ടും യൂട്യൂബിൽ, ഒന്ന് കേട്ടു നോക്കി. എൻ്റെ കയ്യിൽ ദഅവത്തും ജിഹാദും എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഈ കേരളത്തിൽ മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് 1990-കൾക്ക് ശേഷം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. എൻ്റെ കയ്യിലുണ്ട് എൻ്റെ കോപ്പി. ആ പുസ്തകം ഇപ്പൊ നിരോധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. എത്ര മാരകമായിട്ടാണ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയോ? ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് ദഅവത്തും ജിഹാദും. അപ്പോ അത് മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കും, മനുഷ്യരാശിക്ക് ആകെ ഭീഷണിയാവുന്ന ചിന്തയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകും. അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് തീർച്ചയായിട്ടും അത് തുറന്നു കാണിക്കപ്പെടേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ 2-3 മാസം സമയം എടുത്തിട്ട് ഖുർആൻ 2 ആവർത്തി വായിക്കും. അതുവരെ ഉണ്ടായി വരുന്ന ചിന്തകളൊക്കെ അതിന്റെ ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അർത്ഥപ്പോ നിങ്ങൾ ഈ പറഞ്ഞ ഈ അർത്ഥം ഉണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞ അർത്ഥങ്ങൾ എടുക്കണ്ട. അതന്നെ അതാണ് ഞാൻ പറഞ്ഞ വ്യത്യസ്തമായ 3 വീക്ഷണങ്ങളിലുള്ള ആളുകൾ. അതായത് ഇപ്പം സംഘടനാപരമായ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുമെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. അപ്പൊ ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇവര് 3 പേരും ഏകോപിക്കുന്ന കുറെ ആശയങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അത് എടുത്താൽ മതി നിങ്ങള് പൊതുവായിട്ട്. അവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ വിട്ടളി. നോർമലൈസ് ചെയ്യുന്നത് ഈ മറ്റേ അതിന്റെ കനം കുറയ്ക്കും. ഇപ്പൊ പലതും വളരെ കടുകട്ടിയായിട്ട് നിങ്ങൾ പരാമർശിച്ച പല കാര്യങ്ങളും അത് ആ സമയത്ത് യുദ്ധ സമയത്ത് പറഞ്ഞതാണ്. അത് എന്നേക്കുള്ളതും അല്ല എന്നുള്ളതിന്റെ അല്ലാത്ത സാധനം എന്തിനാ ഇതിൽ തുന്നിക്കൂട്ടി വെച്ചത്? ഏത് വചനാണ് എന്നേക്കുള്ളത് അല്ല എന്ന് പറയണത്? ഇപ്പൊ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു പിന്നെ കഴുത്ത് ഞൊടിക്കുക, എവിടെ കണ്ടാലും കൊന്നുകളയുക എന്നുള്ള ആ ഒരു, അത് ആ കാലത്ത് സംഭവിച്ച അല്ലെങ്കിൽ സംഭവിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഒരു അൾട്ടിമേഷൻ ആണ്. ഖുറൈശികൾക്ക് നേരെയുള്ള ഒരു അൾട്ടിമേഷൻ ആണ്, അതിൽ സംശയമൊന്നുമില്ല. ആ അൾട്ടിമേഷൻ ആ കാലത്തേക്ക് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി മാത്രം ബാധകമാവുന്നതാണ് എന്ന് എങ്ങനെയാണ് ഇന്ന് കിട്ടുക? ഒന്നുകിൽ ആ വചനത്തിൽ പറയണം, അല്ലെങ്കിൽ വേറെ വചനങ്ങളിൽ പറയണം. അതല്ലെങ്കിൽ ഈ ഖുർആൻ മൊത്തത്തിൽ അന്നത്തെ കാലത്തുള്ള മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ലേ? ഇപ്പൊ ഖുർആൻ പൊതുവിൽ എല്ലാ കാലത്തേക്കുള്ള മനുഷ്യന്മാർക്ക് എല്ലാ കാലത്തേക്കുള്ള ഏറ്റവും മികച്ചതാണ് എന്ന് പറഞ്ഞു വെക്കുകയും എന്നിട്ട് അതിലൊരു കാര്യം ഇന്ന് നമുക്ക് പറയാൻ പറ്റാത്തതാണ് എന്നുള്ളത് കൊണ്ട് അത് അക്കാലത്തേക്ക് മാത്രമാണെന്ന് മനുഷ്യർ വിധി എഴുതുകയും ചെയ്യുന്നത് എങ്ങനെയാ? അത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നുകിൽ ഈ ഗ്രന്ഥം ആ കാലത്തെ മനുഷ്യന്മാർക്ക് വേണ്ടി അന്ന് ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഇന്നിപ്പോ കെട്ടിപ്പിടിച്ച് നടക്കുന്നതിൽ ഒരു അർത്ഥമല്ല എന്ന് മനസ്സിലാക്കിയാൽ ഓക്കെ. ആ ഗ്രന്ഥം ഏറ്റവും മികച്ചതാണ്, അതിലുള്ളതെല്ലാം ലോകത്തുള്ള മനുഷ്യന്മാർക്ക് എല്ലാ കാലത്തേക്കുള്ള ഉത്തമമായ മാതൃകയാണ്, ഹുദല്ലിൽ മുത്തഖീനാണ്, ലാ റൈബ ഫീഹാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിൽ ഒരു വചനം മാത്രം ഇതിൽ പെടൂല, അത് ആ പർട്ടിക്കുലർ കാലഘട്ടത്തേക്കുള്ളതാണെന്ന് പറയണമെങ്കിൽ അത് ആ വചനത്തിൽ പ്രത്യേകമായിട്ട് പറയണമല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? എക്സെപ്ഷൻസ് അത് അതിനകത്ത് മെൻഷൻ ചെയ്യും. അതിന് ഉദാഹരണം ഞങ്ങൾക്ക് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു 33:50 എക്സെപ്ഷൻസ്, ഒരു എക്സെപ്ഷൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് സത്യവിശ്വാസികളെ കൂടാതെ മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാകുന്നു, അവർക്കുള്ള നിയമം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എക്സെപ്ഷൻ ആണ്, അത് നമ്മൾ അങ്ങനെ എക്സെപ്ഷൻ ആയിട്ട് മനസ്സിലാക്കും. പക്ഷെ ഈ വചനത്തിൽ അങ്ങനെ എക്സെപ്ഷൻ ഇല്ല. അതേപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പം ഇല്ലാതാവുകയും ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത് വരെ നിങ്ങൾ പോരാടുക എന്ന ഖുർആൻ വചനം അക്കാലത്തേക്ക് മാത്രമുള്ളതാണോ? അല്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ദൈവത്തോടും പ്രവാചകനോടും പോരടിക്കുകയും ഭൂമിയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷകൾ അവർ എന്താ പറയാ ക്രൂശിക്കപ്പെടുകയോ അവര് കൈകാലുകൾ എതിർദിശയിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ
കൊല്ലപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുകയാവുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ അത് അക്കാലത്തേക്ക് മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ ഇറാനിന്റെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന് ഈ വചനത്തിന്റെ തർജ്ജമ കിട്ടും. ഈ ഖുർആൻ വചനം അപ്പാടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു സമ്പ്രദായം, കല്ലെറിഞ്ഞു കൊല്ലുന്ന സംവിധാനം ഖുറാനിൽ ആയത്തില്ല. ആ ആയത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് അലി വ്യാകുലപ്പെട്ടിരുന്നതായിട്ട് ഹദീസ് ഉണ്ട്. അങ്ങനെ ഖുറാനിൽ ഉണ്ടായിരുന്നു എന്ന്. അല്ല, അതിനെ കുറിച്ച് ഒരു ഇറാനിയൻ മൂവി ഒക്കെ ഉണ്ട്. അതായത് അല്ല, അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും ചെയ്യണില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ അതായത് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇതൊന്നും അത്ര പ്രസക്തമല്ല എന്ന് പറയുന്നതിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സലഫികൾ, വഹാബികൾ പറയുന്ന ന്യായവാദങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് അധികാരം കിട്ടിയിടത്തൊക്കെ അവര് എന്ത് പണിയാണ് ഒപ്പിച്ചത് നമുക്കറിയാം. പിന്നെ അതിൽ തന്നെ ഈ വഹാബിസത്തിൽ തന്നെ വെള്ളം ചേർത്ത വഹാബികളൊക്കെ ഉണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലെ സൽമാൻ രാജാവിനെ കുറിച്ച് നമ്മളെ നാട്ടിലത്തെ വഹാബികൾ പറയുന്നത് അതിന്റെ മോനെന്നാണ് അല്ലേ? നിങ്ങൾ അന്വേഷിച്ച് നോക്കി. സൽമാനെ പച്ചക്ക് തെറി വിളിക്കുന്ന വഹാബി പണ്ഡിതന്മാരുണ്ട്. എന്താ ആള് ചെയ്യുന്നത്? അയാൾ ഈ മനുഷ്യ സമൂഹത്തെ മതപരമായി അതിനകത്ത് ആണ്ട് കിടക്കുന്ന ഒരു സമൂഹത്തെ കാലികമായ ചില പരിഷ്കരണങ്ങൾക്ക് വിധേയരാക്കാൻ ശ്രമിക്കുന്നു. അയാൾ ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേട്ടത് മഹറമില്ലാതെ പുറത്തിറങ്ങാം, സ്ത്രീകൾക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകാം, സ്ത്രീകൾക്ക് ലൈസൻസ് എടുക്കാം എന്നൊക്കെ നിയമം പരിഷ്കരിക്കുമ്പോൾ നമ്മളെ നാട്ടിൽ പരിഷ്കാരം പറയുന്ന സലഫികൾക്ക് കുരുപൊട്ടാണ്. എന്നിട്ട് അയാളെ തെറി വിളിക്കാണ്. അയാൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ അന്തകനാണെന്നാണ് പറയുന്നത്. ആ സൗദി അവിടുന്ന് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന വഹാബിസം കേരളത്തില് പ്രാക്ടിക്കലാക്കാൻ നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ വിസ്ഡം മുജാഹിദ് എന്നൊക്കെ പറഞ്ഞ ടീം. ഓലൊക്കെ നേരെ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യണം. കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ആശയപരമായിട്ട്. അതാണ് ഞാനൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓൽക്ക് എന്റെ ചാനൽ കാണുമ്പോൾ കുരു പൊട്ടുന്നത്, പൂട്ടിക്കണം എന്നൊക്കെ തോന്നുന്നത്. കാരണം എന്നോട് മറുപടി പറഞ്ഞാൽ നിൽക്കൂല, അവന്റെ ചാനൽ പൂട്ടിക്കാളാം എന്നാണ് ബാസിലൊക്കെ തോന്നിയത്. ബാസില് പിന്നെ വ്യക്തമായിട്ടൊരു പിന്നെ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നൊരു പച്ച നോണയല്ലേ? ബാസിലിനെ ഫോൺ വിളിച്ചെടുക്കുവോ? ബാസില് നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് ഡയൽ ചെയ്ത് നോക്കി. ഇപ്പൊ കേസിൽ ഞാൻ പ്രതിയും ഓൻ കൊടുത്ത കേസിൽ ഞാൻ പ്രതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വിളിച്ചാല് നമ്മള് പ്രതിനെ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയും ചിലപ്പോ. ഞാനും ബാസിലും ഫോണിൽ സംസാരിച്ച രംഗം നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് അയച്ചുതരാം, നിങ്ങളൊന്ന് കയറി കണ്ടോക്കി. അപ്പൊ ഇതാണ് അതിന്റെ കഥ. നോണ പറയാണ് ബാസിലിന്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ സൂത്രം. അത് ഖുർആനെ വ്യാഖ്യാനിക്കുക. ഞാൻ ബാസിലിന്റെ ഒരു നോണ, ബാസിൽ പറഞ്ഞൊരു നോണ പറഞ്ഞുതരാം. ഈ ഖുർആനില് ഭാര്യനെ അടിക്കാം എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് അത് പുരുഷന്മാർക്ക് ഭയങ്കരമായിട്ടുള്ള കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പൊ തലാഖിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഈ പറഞ്ഞ 3 സ്റ്റെപ്പൊക്കെ, ആദ്യ ഉപദേശം, പിന്നെ മാറിക്കിടക്കൽ, അത് കഴിഞ്ഞിട്ട് അടി, ഇതും കഴിഞ്ഞിട്ടേ തലാഖിലേക്ക് പോകാൻ പറ്റുള്ളൂ. സ്ത്രീകളുടെ കാര്യത്തിൽ പക്ഷെ അള്ളാഹു ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഭയങ്കര ഒരു ഇളവ് കൊടുത്തു. അവർക്ക് ഭർത്താവിനെ വിവാഹമോചനം ചെയ്യണമെങ്കിൽ അവർക്ക് ഈ ഉപദേശം, ഇങ്ങനത്തെ പ്രൊസീജിയർ ഒന്നുമില്ല, അവർക്ക് നേരെ അങ്ങ് പോവാന്നാണ് പറയുന്നത്. അന്നോണയല്ലേ? അല്ല, അത് ഫസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കണ്ടല്ലോ. ഫസ്റ്റ് തലാഖ് പോലെ ഈസിയാണോ? ഫസ്റ്റിൽ തലാഖ് ചെയ്യുന്നത് ആരാണ്? ഒന്ന്, ഭാര്യക്ക് ഭർത്താവിനെ വിവാഹമോചനം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇസ്ലാമിൽ ഇല്ല. വിവാഹമോചനം പുരുഷന്റെ അവകാശമാണ്. പിന്നെ ഉള്ളത് ഭാര്യ പ്രശ്നത്തിലാവുന്ന ഘട്ടത്തിൽ നിയമപരമായി നമ്മുടെ കാളിക്ക് ചില തീരുമാനം എടുത്തിട്ട് വിവാഹം റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അല്ലാതെ സ്ത്രീക്ക് പുരുഷനെ വിവാഹമോചനം ചെയ്യാനുള്ള അവകാശം ഇസ്ലാമിലുണ്ട് എന്ന് പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. വിവാഹം റദ്ദ് ചെയ്യാൻ, അപേക്ഷിക്കാൻ, ആവശ്യപ്പെടാൻ, പരാതിപ്പെടാനൊക്കെ സ്ത്രീക്ക് അവകാശമുണ്ട്. ഭർത്താവിനോട് തന്നെയും പരാതി പറയാം. എനിക്ക് നിങ്ങളുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്റെ തലാഖൊന്ന് ചൊല്ലിത്തരുമോ എന്ന് ചോദിക്കാം. അതിന്റെ പേരാണ് ഖുൽഅ. ഫസ്ക് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടാതെ ഭാര്യ അനിശ്ചിതത്വത്തിലാവുന്ന സമയത്ത് ആ വിവാഹം റദ്ദ് ചെയ്യാൻ വേണ്ടി ഖാളി മുഖേന നടപ്പിലാക്കുന്ന ഒരു വിവാഹം റദ്ദ് ചെയ്യൽ പരിപാടി മാത്രമാണ് ഫസ്ക്. അല്ലാതെ അത് ഭാര്യക്ക് ചെയ്യാൻ പറ്റുന്ന വിവാഹമോചനം അല്ല. അത് ആളുകൾ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ്. സ്ത്രീകൾക്ക് പുരുഷനെ വലാഖ് ചെയ്യാൻ ഇസ്ലാമിൽ അവകാശമുണ്ട്. മീൻസ്
വിവാഹമോചനം നടത്താൻ ഇസ്ലാമിൽ അവകാശമാണ്. അങ്ങനെ ഒരു അവകാശം ഇസ്ലാമിലെ സ്ത്രീക്ക് ഇല്ല. ശുദ്ധമായ കളവാണ്. നിങ്ങൾ അന്വേഷിച്ചോളി. അപ്പൊ ഇങ്ങനെ നുണ പറയാണ്. എന്തിനാ നുണ പറയണത്? ഭാര്യനെ അടിക്കാൻ ഉള്ള അവസരം ഉണ്ട്, അല്ലെങ്കിൽ ഖുർആനിൽ അങ്ങനെ പിന്നെ പുരുഷൻ അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്, അങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോ അത് ചെറിയ പ്രശ്നമാണ്. കാരണം അതിന് ഒരുപാട് കടമ്പ കടക്കണം. പക്ഷെ സ്ത്രീകൾക്ക് ഇത്രയും പോലും റിസ്ക് ഇല്ലല്ലോ എന്ന് നുണ പറയണേ. ഇതിന് ഞാൻ എന്റെ രീതിശാസ്ത്രത്തിൽ ഞാൻ പറയുന്നത് വലിയ വരാ ചെറിയ വരാ സിദ്ധാന്തമാണ്. മനസ്സിലായോ? ഇതാണ് ബാസിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഖുർആൻ വായിക്കാനും പഠിക്കാനും ശ്രമിക്കൂ. അതുവഴി നിങ്ങൾക്ക് സത്യം മനസ്സിലാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മായിദക്ക് മൊത്തം എതിരാണെന്ന് പറയുമ്പോ ഈ നോമ്പ് പോലെയുള്ള നല്ല അനുഷ്ഠാനങ്ങളും നോമ്പ് പോലെ നിങ്ങൾ പട്ടിണി കിടന്നുകൊണ്ട് നാട്ടുകാർക്ക് എന്ത് ഉപകാരം? പാലക്കാട് പോലത്തെ ഒരു ഉഷ്ണമേഖലയിൽ ചൂടുള്ള പ്രദേശത്ത് നിങ്ങൾ 14 മണിക്കൂറും 15 മണിക്കൂറും വെള്ളം കുടിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ഗുണമാണോ ദോഷമാണോ? നിങ്ങൾ ശാസ്ത്രീയമായിട്ട് ഡോക്ടറോട് ചോദിക്കും. ഡ്രൈ ഫാസ്റ്റിംഗ് എന്തിന്റെ പേരിലും. ഇനി ഈ നോമ്പ് എല്ലാ മനുഷ്യർക്കും ഒരേപോലെയാണോ ലോകത്ത് അനുഭവിക്കുക? അല്ലല്ലോ. ഓരോ ആളുകൾക്ക് അത് ഓരോ അവസ്ഥയിലാണ് അനുഭവപ്പെടുക. അപ്പൊ ഇതൊക്കെ വളരെ അശാസ്ത്രീയമല്ല. ഈ നോമ്പ് നമ്മൾ ആത്മനിയന്ത്രണമാണെങ്കിൽ നോമ്പില് എങ്ങനെയാണ് മനുഷ്യന്റെ ലൗകികമായിട്ടുള്ള സുഖാസക്തികൾക്ക് അനുവാദം കൊടുക്കുക? ഒരു മാസം കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ സ്ത്രീ സംബന്ധമായ കാര്യങ്ങൾ, ഇപ്പോ മറ്റു പല നോമ്പുകൾ, ഇപ്പൊ ശബരിമലക്ക് പോകുന്ന ആൾക്കാർ വ്രതം എടുക്കാറുണ്ട്. അതിന്റെ തെറ്റും ശരിയല്ല. പക്ഷെ അതിനകത്തെ നിയന്ത്രണം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇതിനപേക്ഷിച്ച് കുറച്ചുകൂടി ശാസ്ത്രീയമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ശരിക്കും ആത്മനിയന്ത്രണത്തിലാണ്, അത് നോമ്പെടുക്കണവര്. എന്നാൽ ആരോഗ്യത്തിന് വലിയ ദോഷമില്ലേനു. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ്, ഇതൊക്കെ എന്താണ് സമൂഹത്തിന് ഗുണം? നിങ്ങൾ നോമ്പെടുത്തു, നിങ്ങൾ കൂട്ടമായി നോമ്പെടുത്തു, എന്താ നാട്ടുകാർക്ക് ഗുണം? ഒരു ഗുണമില്ല. അത് നമ്മൾ ആലോചിച്ചാൽ കിട്ടുന്നതുള്ളൂന്നേ. ഇത് നമ്മളിങ്ങനെ, പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ അകപ്പെട്ടു പോയൊരു കെണിയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള ഒരു ശ്രമം താല്പര്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഉള്ളൊരു കൂടായിരിക്കും. കൂട്ടിലാണെങ്കിൽ എന്താ കൂട് സ്വർണം പൂശിയതല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവരുടെ സംഭവം ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്നുള്ളതായിരിക്കും. ചിലവർക്ക് അത് സ്വർണത്തിന്റെ വരികൾ ഇതായതുകൊണ്ട്, ഗ്രില്ലായതുകൊണ്ട് അത് നല്ല സുഖമല്ലേ എന്ന് ചിന്തിക്കാം. അത് ഓരോ ആളുകളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിനനുസരിച്ചിരിക്കും. മീൻസ് അവരുടെ മനോനിലക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എന്തായാലും നിങ്ങൾ സമാധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് അതാണ് ശരി. വേറെ എന്തെങ്കിലും അങ്ങനത്തെ കോട്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും അത്ര ശക്തമായിട്ട് രൂക്ഷമായിട്ടും ഇതര മതസ്ഥരെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചുള്ള ഒരു, ഇപ്പൊ നമ്മൾ പറഞ്ഞ അത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ പരിശോധിക്കുക ആദ്യം. നമുക്ക് അടുത്തൊരു കോളിൽ അതും കൂടി സംസാരിക്കാം. ഞാനും ഓഫീസ് ടൈമിലാണ്, എന്നിട്ടും വിളിച്ചോണ്ട് നോ ഇഷ്യൂ. നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു. ഓക്കെ, ശരി.